ബീറ്റ്റൂട്ട് പച്ചടി ഇല്ലാതെ എന്ത് ഓണസദ്യ. ഞാൻ മഞ്ജു, അലൈനയൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം, ഷെയറും ചെയ്യണം. ഓക്കെ, താങ്ക് യു. പച്ചടിക്ക് ഞാനൊരു മൺചട്ടി എടുത്തിട്ട് അതിനകത്ത് ഒരു 2 മീഡിയം വലുപ്പത്തിലുള്ള ഒരു ബീറ്റ്റൂട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളമൊന്നും വേണ്ട, കാരണം ബീറ്റ്റൂട്ട് വെള്ളം ഉള്ളതുകൊണ്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് കടുകും ജീരകവും വെളുത്തുള്ളി ഇഞ്ചിയും ഒരു പച്ചമുളകും ചേർത്ത് നന്നായിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളപ്പിക്കണം. നന്നായി തിളപ്പിച്ച് തേങ്ങയുടെ ഈ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വേകട്ടെ. വെന്തിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് കലക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഇനി നമുക്ക് ചൂടാക്കാം, കാരണം മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. നമുക്കൊരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകാൻ കടുക് ഇട്ട് കൊടുക്കാം. പൊട്ടിയ ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല സ്വാദിഷ്ടമായ ബീറ്റ്റൂട്ട് പച്ചടി റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. താങ്ക് യു.